തത്വചിന്ത കൊണ്ട് ഏറ്റവും ഗഹനമായ പൊറാട്ടാണ് ചക്കലിയത്തി പൊറാട്ട്. ചെരുപ്പുകുത്ത് കുലത്തൊഴിലായ പറയ സമുദായമാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ജാതി വ്യവസ്ഥയിൽ നമ്മുടെ നാട്ടുകൂട്ടങ്ങളിൽ നിന്ന് ഒക്കെ പുറന്തള്ളപ്പെട്ട ഏതെങ്കിലും പറയൻ്റെ കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ എന്ന് പറയുന്നത് പോലെ കുന്നിൻ പുറത്ത് മാത്രം താമസിക്കാൻ വിധിക്കപ്പെട്ട ചത്തതിൻ്റെ അവകാശമുള്ള പറയനാണ് ഇതിനകത്ത് കഥാപാത്രമായി വരുന്നത്. சத்தமாடு பொருத்தமாடு தின்ற சக்கரை இல்லவா? நீங்க சாப்பிடலையா? சாப்பிடாது. என்ன சபையில வரக்கூடாது வந்த ரசம் இருக்குது. ஐட்டம் இருக்குதா? തീണ്ടിക്കൂടാ തൊട്ടുകൂടാത്തവരാണ്. ചക്കിലിയൻ ദൂരെ മാറിയിരിക്കണം. പക്ഷേ ചക്കിലിയൻ രാജാവാണ് ഇരുന്ന കാലമുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലും ശിവനുടെ സയൽതാൻ കൊണ്ട് ജനിത്തേനെ തെരുപ്പുതക്കൈ കബരിമാട്ടക്കൊണ്ട് കറിയാകെ പറപ്പതുണ്ട് തന്മതം മടങ്ങി മായിനാൽ വടുവെടുത്ത് മഹാതാരി വந்தേ സ്വാമി. ഇയാൾ ശിവോത്ഭവമാണ്. ശിവോത്ഭവം നാങ്കുൽപ്പവും ശിവോത്ഭവം വിഷ്ണുത്ഭവം ഇതിൽ വെച്ച് ശിവോത്ഭവത്തിലെ പിറന്നിരിക്കുന്നത്. അതാണ് ഇയാൾ പറഞ്ഞത്. ശിവനുടെ സയൽതാൻ കൊണ്ട് ഞാൻ ചെരുപ്പ് തയ്ക്കും. എന്നാലോ ഇയാൾ ആണ്ടവൻ കോയിലിൽ 3 നേരം ശിവേരി എടുക്കപ്പെട്ട വീരപ്പ ശക്കിരി എന്താനാ? അതിനൊന്നും അയത്തുമില്ല. ഇയാൾ ഈ മാട്ടിറച്ചിയും കണ്ണിക്കണ്ട ചത്തമാട് പൊളുത്തമാട് തിന്നയല്ലേ എന്നാണ് ചോദ്യക്കാരൻ. നീ സത്തമാട് പൊളുത്തമാട് തിങ്കപ്പെട്ട ശക്കിനല്ലല്ലവാ, அதுக்கு தான் ஐட்டம் இருக்குது. ஐயே சுவாமி, மாட்டுக்கு என்ன சுவாமி ஐட்டம் இருக்குது? நீங்கள் പാലെ കുടിക്കുന്നത്, നാങ്ക പിണത്തെ തിങ്കறது. ഞാൻ ഇറച്ചി തിരണു, നിങ്ങൾ പാല് കുടിക്കണു. ഇത്രയല്ലേ വ്യത്യാസം? എല്ലാം ഒന്നല്ലേ? പിന്നെന്താ ஐட்டம்? அது கொப்பிருக்கதா? இருக்குது, சொல்லித்தரேன். மாட்டே படப்பதினால் குருவோமே மைந்த குணரதவி மாட்டே படப்பதினால் குருவோமே അതിലടിയത് ചെവിയും മുടിയതു വയനും നയനം ഗിരിജവിനാൽ വേദത്താൽ മാട്ടൻ പടപ്പതിനാൽ കുറുവോമേ മൈന്ദ കുണരതവി മാട്ടെ പടപ്പതിനാൽ കുറുവോം മേ. ഞാൻ തിങ്കും മാടല്ലവോ തമ്പുരാനേ, കണ്ണ് രണ്ടും ചന്ദ്ര സൂര്യർ, കൊമ്പ് രണ്ടും സത്യ ശിവനും, അടിവയറ് ഭൂമാദേവി, മേലെല്ലാം ദൈവലോകം, വീശുമ്പോൾ വായുദേവര്, 4 കാലും 4 വേദ. ഇപ്പടി ഇരിക്കേണ്ട മാട്ടെ ഞാൻ തിങ്കരുത് സ്വാമി. അപ്പം നീ തോല് തിന്നണല്ലേ, ചെരുപ്പുണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് അയത്തുവാണ് പറഞ്ഞത്. തോല് തിങ്കും പയ്യ എണ്ടെണ്ണ ചൊല്ലു കുറെ എന്നാണ്ട് കേള്. നാട്ടിലുള്ളവർക്കെല്ലാം നലമുടൻ വേണ്ടിയ നിങ്ങൾക്ക് വേണ്ടി ചെരുപ്പുണ്ടാക്കുകയാണ് ഞാൻ, എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ പാദരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയാണ്. നാട്ടിലുള്ളവർക്കെല്ലാം നലമുടൻ വേണ്ടിയല്ലോ. ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു? ചെണ്ടയ്ക്ക് കണ്ണാം, മത്തളത്തേക്ക് വാറാം, ഇരുമ്പൂതും സൂതിക്കാർക്ക് ഇരുമ്പൂതും സുരുത്തിയാം, എണ്ണക്കുടമാം നെയ്ക്കുടമാം, ബെത്തിലെ ചുരുട്ടും ചുരുൾപ്പയ്യാം. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ തോല് കൊണ്ടല്ലേ, ഞാൻ തിന്ന മാടിൻ്റെ തോല് കൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നിപ്പം മൃദംഗം ഉണ്ടാക്കുന്നത് അയത്തക്കാരൻ, കൊല്ലൻ അല്ലെങ്കിൽ ചക്കിലി അല്ലെങ്കിൽ വേറെ ഒരാൾ. അയ്യറിൻ്റെ അടുത്ത് മൃദംഗം എത്തിയ മൃദംഗം അതിൻ്റെ ആയി. ചെണ്ടയുണ്ടാക്കുന്നതാരാണ്? ഇവിടെ എൻ്റെ മുത്തച്ഛൻ ചെണ്ടയുണ്ടാക്കിയതാണ്, ഇത് ഈ കിഴക്ക് ഭാഗത്ത് തന്നെ. അപ്പോൾ ചെണ്ടയുണ്ടാക്കുന്നത് താഴ്ന്നപ്പെട്ടവൻ. പക്ഷെ അത് മാരാൻ്റെ തോളിലെത്തിയാലോ ചെണ്ടയാരിൻ്റെ ആയി. അപ്പം അതിൻ്റെ അടിസ്ഥാനം, ഇതിൻ്റെ അച്ഛൻ എന്താണ്, ഇത് എന്താണെന്നുള്ളതിൻ്റെ അല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്.
ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് പറയിപെറ്റ വന്തിരകുലത്തിലെ ഏറ്റവും ഇളയവനായ പാക്കനാരും അതുപോലെ തന്നെ ഏറ്റവും മൂത്തവനായ യാഗാധികാരിയായ മേഴത്തൂൾ അഗ്നിഹോത്രിയും തമ്മിൽ നടക്കുന്ന പുരാണങ്ങളെ സംബന്ധിച്ച് ശുദ്ധാശുദ്ധങ്ങളെ സംബന്ധിച്ച വലിയ വ്യവഹാരങ്ങൾ വള്ളുവനാട്ടിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ആർക്കാണ് ഏറ്റവും വലിയ ജ്ഞാനമുള്ളതെന്നും ആർക്കാണ് ഏറ്റവും വലിയ ദൈവഭക്തിയും ഏറ്റവും സദാചാരവും ഉള്ളത് എന്നും ഉള്ളൊരു തർക്കമാണ് പാക്കനാരും ബ്രാഹ്മണനായിട്ടുള്ള അഗ്നിഹോത്രിയും തമ്മിൽ നടത്തുന്നത്. ഇവിടെയൊക്കെയും വിജയിക്കുന്നത് പാക്കനാരാണ് എന്ന് കാണാം. ഇതേ കഥയിലും പറയൻ തൻ്റെ അശുദ്ധിയെ സംബന്ധിച്ച് തനിക്ക് നേരെയുള്ള ഐത്തത്തെയൊക്കെ പുരാണങ്ങൾ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഒരേ ജീവബിന്ദുവിൽ നിന്നാണ് ഉണ്ടായത് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ രണ്ടും കൂടെ എതിർമുട്ടി ഈ പ്രണയ കലഹങ്ങൾ അവർ ഒത്തുചേർന്ന് പിന്നെ പുരാണങ്ങളാണ്. അത് മണിക്കൂറുകൾ നിൽക്കും. അത് എല്ലാ പുരാണം ദേവി മഹാത്മ്യം വരെ എല്ലാം നാരായണീയം വരെ ഈ പൊറാട്ടിലുണ്ട്. കുടിയിരുന്ന കൂടുതനി കൊள்കയടമന്ന കൊറ്റവർകള ഇവരുടെ ഗോത്തിരങ്ങളെന്ന കുടിയിരുന്ന കൂടുതനി കൊள்കയതു മോക്ഷം കൊറ്റവർകള ഇവരുടെ ഗോത്തിരങ്ങൾ തത്വം. അതങ്ങനെ പോയ പിന്നെ കൈവില്യത്തിലേക്ക് വന്ന കൈവില്യം ഉടൽക്കൂറിലെ കാരണം ഞാൻ ഒன்று കേൾക്കാം കാമിനിയെ കൈവില്യത്ത് കരുത്താകെ എഴുതി വെച്ചടി തില്ലല്ലേ ജനതക അന്നനാനേ തില്ലല്ലേ ജനതക അന്നനാനേ. ഈ കഥയ്ക്കകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത 18ഓളം പുരാണങ്ങൾ, പ്രത്യേകിച്ച് തമിഴ് ദൈവശാസ്ത്രങ്ങൾ വളരെ വിപുലമായി ഇതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പരമശിവൻ ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഹരിശ്ചന്ദ്രൻ മത്സ്യം ഭക്ഷിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ജാതി വ്യവസ്ഥയ്ക്കകത്ത് ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിക്കൽ യുക്തിയായും വരുന്നൊരു പ്രധാനപ്പെട്ട സംഗതി വെജിറ്റേറിയനിസമാണെന്ന് നമുക്കറിയാം. ഈ വെജിറ്റേറിയനിസം അഥവാ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരാണ് ഏറ്റവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും സമുന്നതർ എന്ന് പറയുന്ന ഒരാശയത്തെയാണ് ഇവിടെ അവർ തിരിച്ചിടുന്നത്. ഈ പാട്ടിനകത്ത് ഉടൽക്കൂർ തത്വം, തമിഴിലെ കൈവല്യപുരാണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉടൽക്കൂർ തത്വം നമ്മുടെ ശരീരശാസ്ത്രത്തെ സംബന്ധിച്ച, നമ്മുടെ നാടോടി ജ്ഞാനവ്യവസ്ഥയ്ക്കകത്ത് നമ്മുടെ ശരീരശാസ്ത്രത്തെ സംബന്ധിച്ച അതിഗഹനമായ ഒരുപാട് ആശയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച്, എങ്ങനെയാണ് വ്യവഹാരങ്ങൾക്കകത്ത്, സാമൂഹ്യ വ്യവഹാരങ്ങൾക്കകത്ത് പിൽക്കാലത്ത് ജാതി വന്നത് എങ്ങനെയാണ്, ഈ ജാതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച വളരെ തത്വചിന്താപരമായ ആലോചനകൾ ഈ പറയുന്ന പൊറാട്ടിനകത്ത് നമുക്ക് കാണാൻ കഴിയും.